പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു തിരക്കഥ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുവരെ വിദൂഷ വേഷങ്ങൾ കെട്ടിയാടിയിരുന്ന എനിക്ക് ഇരുത്തം വന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. ഇപ്പോൾ സീസൺ ആയിരുന്നാലും ശരി, വന്നു തുടങ്ങുന്ന ആ കലവ എരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത്? അന്ന് കോവളമായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ല അപ്പൊ ഈ ആസയിലേക്കാരി അല്ലെ മൂന്നാം പക്കമായിരുന്നാലും ശരി, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഇന്നലെ എന്നുള്ള ചിത്രമാണെങ്കിലും അതിലൊക്കെ വളരെ വ്യത്യസ്തതയുള്ള, അതായത് വ്യക്തമായ സ്വഭാവമുള്ള ഓരോ കഥാപാത്രങ്ങൾ അദ്ദേഹം എനിക്ക് തന്നിരുന്നു. കണ്ടു ഞാൻ കണ്ടു നമ്മുടെ കുഞ്ഞ്. സാധാരണ എന്നെപ്പോലെ വിദൂഷ വേഷങ്ങൾ കെട്ടുന്നവർക്ക് ചില വാക്കുകൾ സ്വന്തമായിട്ട് ഇടാറുണ്ട്. പക്ഷേ പത്മനാഭചാര്യൻ്റെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും വാക്കിട്ടാൽ തന്നെ പറയും അമ്പിളി അത് ഇടണ്ട. ആ വാക്ക് എനിക്കും അറിയാം, അതിൻ്റെ അർത്ഥവും എനിക്കറിയാം. ഞാൻ പല ഹോട്ടലുകളിലിരുന്ന് വളരെ നാൾ ആലോചിച്ച ശേഷമാണ് ആ ഒരു വാക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ വീട് പറയും. ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ, പറഞ്ഞേക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ച മാറ്റരുത്. വാസ്തവത്തിൽ ആ വാക്ക് മാറ്റിയാൽ മറ്റൊരു വാക്ക് അവിടെ ചേരുകയില്ല എന്നുള്ളതാണ്. എപ്പോഴും സ്വന്തം ശൈലിയുള്ള ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ അഭിനേതാവിനോ മാത്രമേ ദീർഘകാലമായി നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതിന് തെളിയിച്ച ആളാണ്, അക്കാര്യം വളരെ വ്യക്തമായി തെളിയിച്ച ആളാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ പത്മരാജൻ. അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എങ്ങനെ തിരയാണ്ടിരിക്കുന്ന നാണയത്തിന്റെ തിളക്കം കണ്ട അത് പാമേത്യത്തിലായാൽ കൂടെ അവിടെ കുത്തിയിരുന്ന് ചകഞ്ഞിട്ടുള്ള വിദ്വാന്റെ വിത്തല്ലേ, അപ്പൊ അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ?